ഹരേ കൃഷ്ണ. അജാമിള മോക്ഷം എന്ന ഭാഗവത കഥ ഇവിടെ നമ്മൾ തുടരുകയാണ്. ബ്രാഹ്മണ ധർമ്മങ്ങളും ബ്രാഹ്മണോചിത സൽക്കർമ്മങ്ങളും വിസ്മരിച്ചുകൊണ്ട് തന്റെ വൃഷളിയായ ഭാര്യയെ പുലർത്തുവാൻ വേണ്ടി പല പാപകർമ്മങ്ങളും അജാമിളിന് ചെയ്യേണ്ടി വന്നു. ജന്തുക്കളെ വധിച്ച് മാംസം ഭുജിക്കുക, പക്ഷികളെ കെണിവെച്ച് പിടിക്കുക, ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുക, ഇവയെല്ലാം പാകം ചെയ്ത് പ്രിയതമയ്ക്ക് കൊടുക്കുക, വഴിപോക്കരിൽ നിന്നും ധനം അപഹരിക്കുക, രാത്രികാലങ്ങളിൽ അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി മോഷ്ടിക്കുക എന്നിങ്ങനെയുള്ള പാപപങ്കിലങ്ങളായ കർമ്മങ്ങൾ അജാമിളൻ ചെയ്തുകൊണ്ടിരുന്നു. കുളിയില്ല, ജപമില്ല, ദേഹശുദ്ധിയില്ല. അങ്ങനെ ഒരു അധമ മൃത്യനായി അദ്ദേഹം ജീവിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അജാമിളന് 4 മക്കളുണ്ടായി. അതിൽ ഏറ്റവും ഇളയ പുത്രന്റെ നാമം നാരായണൻ എന്നായിരുന്നു അജാമിളൻ വെച്ചിരുന്നത്. ഏറ്റവും ഇളയ പുത്രനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സ്നേഹവും. പിന്നീട് മക്കളെ കൂടി പുലർത്താൻ വേണ്ടി കൂടുതൽ പാപകർമ്മങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.